നമസ്കാരം. ബോധിവഴികളിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില ആളുകളെ കാണാറുണ്ട്. അവർക്ക് ഒരുതരം നാണമോ ഉളുപ്പോ ഇല്ലാത്തതുപോലെ തോന്നും. എന്ത് തെറ്റ് ചെയ്താലും ഒരു കൂസലുമില്ലാതെ അവർ മുന്നോട്ടു പോകും. എന്നാൽ യഥാർത്ഥത്തിൽ നാണമില്ലായ്മ എന്നത് ഒരു സ്വഭാവമാണോ, അതോ അതൊരു മാനസികാവസ്ഥയാണോ? ഇങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് നാണം കെട്ടവനായി മാറുന്നത് എന്ന്? അതെ, ഇന്നും പ്രസക്തമായ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മഹാനായ ചാണക്യൻ തന്റെ നീതിസാരങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില പാഠങ്ങളാണിവ. ചാണക്യൻ തന്റെ രാജ്യതന്ത്രജ്ഞത കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കാലമെത്ര മാറിയാലും മനുഷ്യന്റെ സ്വഭാവങ്ങളെയും സമൂഹത്തിന്റെ ചലനങ്ങളെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. നാണം കെട്ടവരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ചാണക്യൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെറും നിരീക്ഷണങ്ങൾ മാത്രമല്ല, അത് മനുഷ്യന്റെ ആന്തരിക സ്വഭാവങ്ങളിലേക്കുള്ള ഒരു ഉൾക്കാഴ്ച കൂടിയാണ്. നമുക്ക് ആ പാഠങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹം പറയുന്നു, നാണം കെട്ടവന് ലോകം സ്വന്തം. ഈ പ്രസ്താവന കേൾക്കുമ്പോൾ ആദ്യം ഒരു ഞെട്ടൽ തോന്നിയേക്കാം. പക്ഷേ അതിനു പിന്നിൽ ഒരു വലിയ സത്യമുണ്ട്. ഒന്നാമത്തെ ലക്ഷണം: തെറ്റുകൾ ആവർത്തിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുക. ഒരു സാധാരണ മനുഷ്യൻ തെറ്റു ചെയ്താൽ അവനതിൽ കുറ്റബോധം തോന്നും, നാണക്കേട് തോന്നും. അടുത്ത തവണ അങ്ങനെ ചെയ്യാതിരിക്കാൻ അവൻ ശ്രമിക്കും. എന്നാൽ നാണമില്ലാത്ത ഒരാൾ തന്റെ തെറ്റുകളെ ന്യായീകരിക്കും. അത് തന്റെ അവകാശമാണെന്ന് വാദിക്കും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. എത്ര വലിയ തെറ്റാണെങ്കിലും ഒരു കൂസലുമില്ലാതെ അതിനെ മറച്ചുപിടിക്കാൻ അവർ ശ്രമിക്കും. ചിലപ്പോൾ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ അവർ വിദഗ്ധരായിരിക്കും. ഇത് അവരുടെ ഒരു തരം പ്രതിരോധമാണ്. കാരണം നാണം എന്നത് അവരുടെ നിഘണ്ടുവിലില്ലാത്ത ഒരു വികാരമാണ്. രണ്ടാമത്തെ ലക്ഷണം: മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിലോ ദ്രോഹിക്കുന്നതിലോ സന്തോഷം കണ്ടെത്തുന്നവർ. ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന ലക്ഷണമാണിത്. നാണമില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും. ഒരാളെ വഞ്ചിച്ചാൽ അതിൽ അവർക്ക് യാതൊരു കുറ്റബോധവും തോന്നില്ല. മറിച്ച് താൻ എത്ര ബുദ്ധിശാലിയാണെന്ന് അവർക്ക് തോന്നും. തന്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ആരെയും ചവിട്ടിമതിക്കാൻ ഇവർക്ക് മടിയില്ല. സഹാനുഭൂതി എന്ന വാക്ക് ഇവർക്ക് അന്യമാണ്. സ്വന്തം ലാഭത്തിനായി എന്ത് നെറികേടും ചെയ്യാൻ ഇവർക്ക് മടിയില്ല. ഇത് സാമൂഹിക ബന്ധങ്ങളെ തകർക്കുകയും മറ്റുള്ളവരിൽ വിശ്വാസമില്ലാതാക്കുകയും ചെയ്യും. മൂന്നാമത്തെ ലക്ഷണം: വിമർശനങ്ങളെ പുച്ഛത്തോടെ കാണുന്നവർ. ഒരു സാധാരണ വ്യക്തിയെ ആരെങ്കിലും വിമർശിച്ചാൽ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കും, തന്റെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കും. എന്നാൽ നാണമില്ലാത്ത ഒരാൾ വിമർശനങ്ങളെ പുച്ഛത്തോടെയാണ് കാണുന്നത്. തനിക്കാണ് ശരിയെന്നും വിമർശിക്കുന്നവർക്ക് തന്നോട് അസൂയയാണെന്നും അവർ പറയും. ആരുടെ വാക്കുകളും ഇവർക്കൊരു വിഷയമല്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇവർക്കു വിലയില്ലാത്തതാണ്. തന്റെ പ്രവൃത്തികളിൽ ഒരു തെറ്റും കാണാത്തതുകൊണ്ടുതന്നെ വിമർശനങ്ങൾ അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നാലാമത്തെ ലക്ഷണം: സ്വന്തം തെറ്റുകൾക്ക് ഒരിക്കലും മാപ്പു പറയാത്തവർ. തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കുമ്പോൾ മാപ്പു പറയുന്നത് മനുഷ്യസഹജമായ ഒരു കാര്യമാണ്. അത് ബന്ധങ്ങളെ ദൃഢമാക്കുകയും തെറ്റുകൾ തിരുത്താൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ നാണമില്ലാത്ത ഒരാൾ ഒരിക്കലും മാപ്പു പറയില്ല. കാരണം അവർക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ കഴിയില്ല. അത് അവരുടെ അഹംഭാവത്തിന് ക്ഷതമേൽപ്പിക്കും. അതുകൊണ്ട് എന്ത് തെറ്റു ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്താനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അവർ ശ്രമിക്കും. അഞ്ചാമത്തെ ലക്ഷണം: സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് അതിരുകടന്നു പൊങ്ങച്ചം പറയുന്നവർ. നാണമില്ലാത്തവർ തങ്ങളുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും അതിശയോക്തി കലർത്തി അവതരിപ്പിക്കും. താൻ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്നും കഴിവുള്ളവനെന്നും അവർ നിരന്തരം പറയും. മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാൻ ഇവർക്ക് മടിയാണ്. സ്വന്തം കഴിവുകളെക്കുറിച്ച് വാചാലരാകുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഒരു തന്ത്രമായും ഇവർ ഉപയോഗിക്കും. ഇത് ആത്മവിശ്വാസമല്ല, മറിച്ച് അഹംഭാവത്തിന്റെ ഒരു രൂപമാണ്. ആറാമത്തെ ലക്ഷണം: വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിൽ മടിയുള്ളവർ. ഒരു വാക്കു കൊടുത്താൽ അത് പാലിക്കുന്നത് സത്യസന്ധതയുടെ ലക്ഷണമാണ്. എന്നാൽ നാണമില്ലാത്തവർക്ക് വാഗ്ദാനങ്ങൾ വെറും വാക്കുകൾ മാത്രമാണ്. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും അവർക്ക് കൊടുത്ത വാക്കുകൾ മാറ്റാം. അതിൽ അവർക്കൊരു കുറ്റബോധവും തോന്നില്ല. മറ്റുള്ളവർക്ക് അതെത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അവരത് കാര്യമാക്കില്ല. വിശ്വാസ്യത എന്നത് ഇവരുടെ കാര്യത്തിൽ ഒരു മിഥ്യാധാരണ മാത്രമായിരിക്കും. ഏഴാമത്തെ ലക്ഷണം: മറ്റുള്ളവരുടെ ദുരഭിമാനത്തെ മുതലെടുക്കുന്നവർ. മറ്റൊരാളുടെ ദുർബലങ്ങളെയോ ആഗ്രഹങ്ങളെയോ ഭയങ്ങളെയോ കണ്ടറിഞ്ഞ് അതിനെ സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കുന്നവരാണിവർ. ഒരു വ്യക്തിയുടെ ദുർബലങ്ങളെ മുതലെടുത്ത് അവരെ വരുതിയിലാക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. മറ്റൊരാളുടെ വിഷമങ്ങൾ ഇവർക്ക് അവസരങ്ങൾ മാത്രമാണ്.
സാമൂഹികമായോ സാമ്പത്തികമായോ മാനസികമായോ ദുർബലരായവരെ ചൂഷണം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. ചാണക്യൻ ഈ ലക്ഷണങ്ങൾ വിവരിച്ചത് കേവലം നാണം കെട്ടവരെ തിരിച്ചറിയാൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ പോലും ഇത്തരം ലക്ഷണങ്ങൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാനും അതിൽ നാണക്കേട് തോന്നാനും അത് തിരുത്തി മുന്നോട്ടു പോകാനും നമുക്ക് കഴിയണം. അപ്പോഴാണ് നാം ഒരു നല്ല മനുഷ്യനായി മാറുന്നത്. നാണമെന്ന വികാരം ഒരു വ്യക്തിയെ നല്ല പാതയിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു ഉൾവിളി കൂടിയാണ്. അത് മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. അതുകൊണ്ട് ചാണക്യന്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുക. നാണമില്ലായ്മ എന്നത് ഒരു രോഗം പോലെയാണ്. അത് ഒരു വ്യക്തിയെ മാത്രമല്ല, അവനുമായി അടുത്തിടപഴകുന്നവരെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കും. ഈ ലക്ഷണങ്ങൾ ആരിലെങ്കിലും കാണുകയാണെങ്കിൽ അവരുമായി ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പം സ്ഥാപിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനമായി, നമ്മുടെ ഉള്ളിൽ ഇത്തരം ലക്ഷണങ്ങൾ വളരാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. ഓരോ തെറ്റും ഒരു പാഠമാണ്. ആ പാഠത്തിൽ നിന്നു പഠിച്ച് മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി മുന്നോട്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകൾക്കായി ബോധിവഴികൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.